ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയും ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. ഹൈറിച്ചിൻ്റെ രണ്ടാമത്തെ ക്ലെയിം പെറ്റീഷൻ എല്ലാ ജില്ലകളിലും ക്ലെയിം പെറ്റീഷൻ സ്വീകരിക്കുന്നു എന്നുള്ള വാർത്ത വന്നതിന് പിന്നെ നമ്മുടെ ഹൈറിച്ചിൻ്റെ ലീഡർമാരുടെ സൊസൈറ്റിയിൽ ആകെ വെപ്രാളമാണ്. അപ്പോൾ അവർ പറയുന്നത് ഇത് മലപ്പുറം ജില്ലയിൽ മാത്രമാണ് ഉള്ളത്, അത് സൊസൈറ്റിനെ തകർക്കാനുള്ള പരിപാടിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇവരോട് ആദ്യമേ പറയട്ടെ, ഇത് മലപ്പുറം ജില്ലയിൽ മാത്രമുള്ളതല്ല, എല്ലാ ജില്ലകളിലേക്കുമാണ് ബഡ്സ് അതോറിറ്റി നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. തൃശ്ശൂർ ജില്ല ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും ക്ലെയിം പെറ്റീഷൻ 25-ാം തീയതി ഫെബ്രുവരി 25-ാം തീയതിയിലേക്ക് ഉള്ളിൽ സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശമുള്ളത്. അപ്പോൾ ഇവർ അതിനെ വളച്ചൊടിച്ച് ഇത് മലപ്പുറം മാത്രമാണ്, ഇത് നെഗറ്റീവുകാർ അല്ലെങ്കിൽ ചില വാട്സപ്പ് ഗ്രൂപ്പുകൾ മാത്രം പടച്ചുവിടുന്നതാണ്, ഇതിൽ കാര്യമില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇവർ കഴിഞ്ഞ പ്രാവശ്യം ഒക്ടോബർ 17-ാം തീയതി ഇതുപോലെയുള്ള ക്ലെയിം പെറ്റീഷൻ തൃശ്ശൂർ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ച സമയത്ത് സമർപ്പിക്കണം, 2 ആഴ്ചക്കുള്ളിൽ സമർപ്പിക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഇവർ പറഞ്ഞത് കേസ് കോടതിയിൽ നടക്കുമ്പോൾ ഇതാരാണ്, ഇത് നെഗറ്റീവുകാരാണ്, ഇതിൻ്റെ പിന്നിൽ ഇത് കളക്ടർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു ഇവർ ആദ്യം പ്രചാരണം നടത്തിയിരുന്നത്. എന്നാൽ ഇത് സത്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ജനങ്ങൾ ക്ലെയിം പെറ്റീഷൻ കൊടുക്കാതിരിക്കാൻ വേണ്ടി അവർ ഒരു നിവേദന ക്യാമ്പയിൻ എന്ന് പറഞ്ഞ് എല്ലാവരെയും വഴിതെറ്റിച്ച് നിവേദന ക്യാമ്പയിനാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് ഇവർ 10,000-കണക്കിന് നിവേദന ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയും എല്ലാവരെയും അതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോവുകയും ആയിരുന്നു. എന്നാൽ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം കോടതിയിൽ 239 പേരുടെ ക്ലെയിം ലിസ്റ്റ് കൊടുത്ത സമയത്താണ് ഈ നിവേദന ക്യാമ്പയിൽ പങ്കെടുത്തവർ ഇവർ പറ്റിക്കപ്പെടുകയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. അപ്പോൾ കോടതിയിൽ ഇവർക്ക് ആരും നിക്ഷേപകരില്ല എന്ന് പറഞ്ഞ സമയത്ത് 239 ആളുടെ പേര് ലിസ്റ്റ് PP കൊടുക്കുകയാണ് ഉണ്ടായിരുന്നത്. അവർക്ക് ആദ്യം തന്നെ അവരിട്ട പൈസയെങ്കിലും ഞാൻ കൊടുക്കുമെന്ന രീതിയിൽ ജഡ്ജ് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അത് മാത്രമല്ല, ഇനിയും ക്ലെയിമുകൾ വരാനുണ്ട് എന്ന രീതിയിൽ പറഞ്ഞ സമയത്ത് ഇനിയും ക്ലെയിമുകൾ വരട്ടെ എന്ന് കോടതി പരാമർശിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഡ്സ് അതോറിറ്റി എല്ലാ ജില്ലകളിൽ നിന്നുള്ള ക്ലെയിമുകൾ സ്വീകരിക്കാൻ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് 1000-ഓ 2000-ഓ ക്ലെയിം വന്നു കഴിഞ്ഞാൽ അത് എല്ലാം തന്നെ തൃശ്ശൂർ ജില്ലാ കളക്ടറുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പരിശോധിക്കാൻ പ്രയാസമായിരിക്കും. അതുപോലെ തന്നെ നിക്ഷേപകർക്ക് സമർപ്പിക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് അതത് ജില്ലകളിൽ സമർപ്പിക്കണം, പരിശോധന അതത് ജില്ലകളിൽ നിന്ന് പൂർത്തിയാക്കണം എന്ന രീതിയിലുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇതിൽ സൊസൈറ്റി ലീഡർമാർ പരിഭ്രാന്തരാകുന്നത് എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒന്നാമതായി പറയാനുള്ളത്, ഇവർ എല്ലാവരും തന്നെ ക്ലെയിം പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ലീഡർമാർ കുടുങ്ങും എന്നുള്ളതാണ്. FIR ഇട്ടാൽ മാത്രമേ ലീഡർമാർ കുടുങ്ങുള്ളൂ എന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ തെറ്റാണ്. ലീഡർമാരുടെ കയ്യിൽ പണം കൊടുത്ത നിരവധി ആൾക്കാരുണ്ട്. അവർ ക്ലെയിം പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ രേഖ എന്ന് പറയുന്നത് ഇവരുടെ വാട്സപ്പിലേക്കോ ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ പണം കൊടുത്തതിൻ്റെ രേഖകളായിരിക്കും. അങ്ങനെയായാൽ അവർക്ക് അവരുടെ പേരിൽ നടപടി സ്വീകരിക്കേണ്ടതായി വരും എന്നുള്ളത് ലീഡർമാർക്ക് നന്നായി അറിയാം. ഒരുപക്ഷെ ഒന്നും അറിയാത്ത നിക്ഷേപകർക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരിക്കും. അതുപോലെ തന്നെ നിരവധി ക്ലെയിമുകൾ നമുക്കറിയാം. 9,020 ബോണ്ടുകളാണ്, കള്ള ബോണ്ടുകളാണ് ഇവർ ഇറക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 451 കോടി രൂപയുടെ ക്ലെയിം വന്നു കഴിഞ്ഞാൽ അതും ലീഡർമാർക്ക് പണിയാണ്. 212 രൂപയിൽ 1 രൂപ അധികം വന്നു കഴിഞ്ഞാൽ അത് ലീഡർമാരിലേക്ക്, പിൻ ഏജൻസിയിലേക്ക് കോടികളുണ്ടാക്കിയ 2000-ഓളം ലീഡർമാരിലേക്ക് ഈ കേസ് ചെന്നെത്തും എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ക്ലെയിം പെറ്റീഷനിൽ പണം അനുവദിക്കാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ സത്യമാണ്. പക്ഷേങ്കിൽ
അതിൽ പരിശോധന ഉണ്ടാവും എന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ പറഞ്ഞത്. എങ്ങനെയാണ് ഈ ക്ലെയിമുകളെ ബ്ലൈൻഡായി വിശ്വസിക്കുക എന്നാണ് ഹൈക്കോടതിയിൽ ഹൈറിച്ചിൻ്റെ എവിടെ നിന്നോ വന്ന ഒരു വക്കീൽ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പുറത്തു നിന്ന വക്കീലാണ്, പ്രഗത്ഭനാണ്, ബഡ്സ് എഴുതിയ വക്കീലാണ് എന്നൊക്കെയാണ് സൊസൈറ്റിക്കാർ പാടി നടക്കുന്നത്. എന്നാൽ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ഈ 239 ആൾക്കാർക്ക് പണം കൊടുക്കുക, അതിൽ ചില ആൾക്കാർക്ക് പണമൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതൊരു പരിശോധന ആവശ്യമായി വരും. അതിനുശേഷം മാത്രമേ അപ്പോൾ അതിൻ്റെ രേഖകൾ സമർപ്പിക്കേണ്ടി വരും. അങ്ങനെ രേഖകൾ സമർപ്പിക്കുമ്പോൾ ലീഡർമാരുടെ ഗൂഗിൾ പേ നമ്പറും ലീഡർമാരുടെ ബാങ്ക് അക്കൗണ്ടുകളും കാണിക്കേണ്ടി വരും. അത് സൊസൈറ്റിക്കാർക്കും കമ്പനിക്കും എല്ലാം തന്നെ പണിയാണ്. അതുകൊണ്ടാണ് ഒരു ക്ലെയിം പെറ്റീഷനെ പോലും FIR ഇടാൻ വേണ്ടി ഇവർ പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലും ഒക്കെ സമിതികളുണ്ടാക്കി ഇവരെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്ലെയിം 240ാമത്തെ ആളാവാൻ വേണ്ടി 239 ആൾ ആൾറെഡി വന്നു കഴിഞ്ഞു. 240ാമത്തെ ആളാകാൻ വേണ്ടി ശ്രമിക്കുന്നതിനെ പോലും തടയിടുന്നത് ഇതാണ് കാരണം. അത് ലീഡർമാർക്ക് പണിയാവും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ചില ആൾക്കാർ ഭീഷണിയായിട്ടും ഇപ്പോൾ ഇന്ന് സൂം മീറ്റിങ്ങും ഒക്കെ സംഘടിപ്പിക്കുന്നതിൻ്റെ കാരണം അതാണ്. ഇവർ പറയുന്നത് കേസ് തീരുന്നതിന് മുമ്പേ എങ്ങനെയാണ് പണം കൊടുക്കുക എന്നുള്ളതാണ്. ബഡ്സ് അതോറിറ്റി പിടിച്ചു വെച്ച പണം തിരികെ കൊടുക്കാൻ അത് നിങ്ങളുടെ പണമാണെന്ന് നിങ്ങളിൽ അതിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ള രേഖകൾ മാത്രം മതി. കേസ് അവസാനിക്കണം എന്നില്ല. കേസ് അവസാനിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ക്രിമിനൽ കുറ്റം പ്രകാരമുള്ള ശിക്ഷാ നടപടികൾ ആയിരിക്കും ഉണ്ടാവുക. ഇനി കേസ് ഏത് രീതിയിൽ അവസാനിച്ചാലും, കമ്പനിക്ക് അനുകൂലമായി കഴിഞ്ഞാലും അത് ബഡ്സ് അതോറിറ്റിക്ക് അനുകൂലമായി കഴിഞ്ഞാലും നിങ്ങളുടെ പണം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും തിരികെ ചോദിക്കാം. ഇവർ കഴിഞ്ഞ പ്രാവശ്യം ആമസോണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആമസോണിൽ എന്താ സാധനം വേണ്ടാത്തവർക്ക് പണം തിരികെ കൊടുക്കാറില്ലേ, നിങ്ങൾ എന്തുകൊണ്ട് ഇവർക്ക് പണം തിരികെ കൊടുക്കുന്നതിന് തടസ്സം നിൽക്കുന്നു എന്ന് പോലും കോടതി ചോദിച്ചു. അവസാനം ഇവരുടെ പ്രഗത്ഭനായ വക്കീൽ എനിക്ക് പരാതിയില്ല, 239 ആൾക്കാർക്ക് പരിശോധിച്ച് പണം കൊടുക്കുന്നതിൽ എനിക്ക് പരാതിയില്ല എന്ന് അവസാനം പറയേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ സൂം മീറ്റിങ്ങിൽ പറയാൻ പോകുന്നത് ഇത് കേസ് അവസാനിക്കുന്നതിന് മുമ്പിൽ ആർക്കും പണം ലഭിക്കില്ല. ഇത് നമ്മുടെ കമ്പനിയെ പൂട്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പരിപാടിയാണ്, ആരോ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, അവർക്ക് ഹൈറിച്ചിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുക. നിങ്ങൾ ഈ 2.5 കൊല്ലം കമ്പനിയെ വിശ്വസിച്ച നിങ്ങൾക്ക് പണം ലഭിക്കരുത് എന്നാണ് എൻ്റെ ഒരു ചെറിയൊരു ആഗ്രഹം. അപ്പോൾ നിങ്ങൾ ആരും തന്നെ ക്ലെയിം പെറ്റീഷൻ കൊടുക്കരുത്. പക്ഷേങ്കിൽ ഇതൊക്കെയാണ് യാഥാർത്ഥ്യം എന്ന് പറയാതിരിക്കാൻ വയ്യ എന്നാണ് മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. നിങ്ങളാരും തന്നെ ഇപ്പോൾ 239 പേരല്ലാതെ വേറെ ആരും തന്നെ ക്ലെയിം പെറ്റീഷൻ കൊടുക്കരുത്. നിങ്ങൾക്ക് കമ്പനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ 5 ലക്ഷം ഇട്ടവനെ 55 ലക്ഷവും 10,000 ഇട്ടവനെ 30,000 ലഭിക്കും എന്ന് നിങ്ങൾ ഓർക്കുക. അപ്പോൾ നിങ്ങളാരും തന്നെ ക്ലെയിം പെറ്റീഷൻ കൊടുക്കരുത് എന്നാണ് പറയാനുള്ളത്. ഈ 239 ആൾക്ക് പണം ലഭിച്ചതിന് ശേഷം നിങ്ങൾ ഇനിയും ഒരുപാട് കാലം കാത്തിരിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.